ഹായ് ഓൾ, വെൽക്കം ടു MRH. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6031C മൈക്രോ കൺട്രോളർ ആൻഡ് PLC എന്നുള്ള സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1 വരുന്ന M1 വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻ ഫീച്ചേഴ്സ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ എന്നുള്ള 7 മാർക്കിനാണ് ചോദിച്ച് കാണാറുള്ളത്. ചില എക്സാമിന് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അന്നേരം ഇതിലേതെങ്കിലും ഒരു പോയിൻ്റ് എഴുതിയാൽ മതി. ചില എക്സാമിന് 3 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3 അല്ലെങ്കിൽ 4 പോയിൻ്റാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നമ്മൾ പറയുന്നത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ എങ്ങനെ യൂസ്ഫുൾ ആവും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് പോവാം. ഫീച്ചേഴ്സ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ. 8051 മൈക്രോ കൺട്രോളറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ 51 എന്നുള്ളത് നമ്മുടെ ഒരു 51 ഫാമിലി മെമ്പറിലുള്ളതുകൊണ്ടാണ് നമ്മളിതിന് എന്ത് ചെയ്യുന്നത് 8051 എന്ന് പറയുന്നത്. MC എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ആദ്യത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ALU. ഒരു മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിലുള്ള ALU എന്ന് പറഞ്ഞാൽ അതൊരു 8 ബിറ്റ് കപ്പാസിറ്റി ഉള്ളതായിരിക്കും. 8 ബിറ്റ് മാത്രം പ്രോസസ്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ALU ആയിരിക്കും നമ്മുടെ മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ടാവുക. ദെൻ അതുപോലെ തന്നെ റോമിൻ്റെ കപ്പാസിറ്റി, റീഡ് ഓൺലി മെമ്മറി എന്നുള്ളതാണ് റോമിൻ്റെ കപ്പാസിറ്റി 4 കിലോബൈറ്റ് ആണ്. 4 KB ആണ് നമ്മുടെ റോമിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ദെൻ അതെന്താണ്, ചിപ്പിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് വരുന്നതാണ്. ഓൺ ചിപ്പ് പ്രോഗ്രാമബിൾ മെമ്മറി എന്നുള്ളതാണ്. ഓൺ ചിപ്പ് പ്രോഗ്രാമബിൾ മെമ്മറിയാണ്. അതായത് നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, 4 കിലോബൈറ്റ് ആണ് റോമിൻ്റെ കപ്പാസിറ്റി. അത് ഓൺ ചിപ്പ് പ്രോഗ്രാമബിൾ മെമ്മറിയാണ്. ദെൻ അടുത്തത് റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ളതാണ്. അതും ഓൺ ചിപ്പാണ്. ചിപ്പിൻ്റെ ഉള്ളിലായിട്ട് ഇൻബിൽട്ട് ആയിട്ട് വരുന്നതാണ്. ഓൺ ചിപ്പാണ് റാമും. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 128 ബൈറ്റാണ്. 128 ബൈറ്റാണ് റാമിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ദെൻ നമ്മളിവിടെ 4 രജിസ്റ്റർ ബാങ്കുകളാണുള്ളത്. രജിസ്റ്റർ ബാങ്ക് ABCD അങ്ങനെ പറയാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1 2 3 4 ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം രജിസ്റ്റർ ബാങ്കുകളുടെ നെയിം. അപ്പോൾ 4 രജിസ്റ്റർ ബാങ്കുകളാണുള്ളത് നമുക്കിവിടെ. അതൊന്ന് നമ്മുടെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് പറയാം. 4 രജിസ്റ്റർ ബാങ്കുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മളിവിടെ 8 ബിറ്റ് ബൈ ഡയറക്ഷണൽ ഡാറ്റാ ബസ്സാണ് യൂസ് ചെയ്യുന്നത്. ഡാറ്റാ ബസ്സുകളുണ്ട് നമുക്ക്. അതായത് നിങ്ങൾ ആ പിൻ ഡയഗ്രം കാണുമ്പോൾ അവിടെ AD എന്നുണ്ടാവും, അല്ലെങ്കിൽ അഡ്രസ്സ് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ D എന്ന് പറഞ്ഞാൽ ഡാറ്റാ ബസ്, A എന്ന് പറഞ്ഞാൽ അഡ്രസ് ബസ്. ദെൻ അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും ഉണ്ട്. അതിൽ അഡ്രസ് ബസ് എന്താണെന്നുള്ളത് നമ്മളിവിടെ ആവശ്യമില്ല. നമുക്ക് ഡാറ്റാ ബസ്സിൻ്റെ കേസാണ്. ഡാറ്റാ ബസ് എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷനിലാണ്. അതിലൂടെ ആ ഒരു പിന്നിലൂടെ നമുക്ക് ഇൻപുട്ട് അങ്ങോട്ടും കൊടുക്കാം, അവിടുന്ന് ഔട്ട്പുട്ട് ഇങ്ങോട്ടും കൊടുക്കാം. ബൈ ഡയറക്ഷണൽ ഡാറ്റാ ബസ്സുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ദെൻ അടുത്ത പോയിൻ്റ് 16 ബിറ്റ് യൂണി ഡയറക്ഷണൽ അഡ്രസ് ബസ്. നമ്മളിവിടെ 16 ബിറ്റാണ് അഡ്രസ് ബസ്സിന് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ AD എന്ന് പിൻ ഡയഗ്രം കാണുമ്പോൾ നമുക്കറിയാം AD എന്ന് പറഞ്ഞിട്ട് ഒരു 8 പിൻ ഉണ്ടാവും. ദെൻ A എന്ന് പറഞ്ഞിട്ടൊരു 8 പിൻ ഉണ്ടാവും. ഇതെല്ലാം എന്താണ്, അഡ്രസ് ബസ്സുകളാണ്. ഇതെല്ലാം എന്താണ്, യൂണി ഡയറക്ഷനിലാണ്. അങ്ങോട്ട് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ ഡാറ്റാസിനെ, അല്ലെങ്കിൽ അഡ്രസ്സിനെ അങ്ങോട്ട് കൊടുക്കാൻ മാത്രമേ പറ്റുന്നതാണ് നമ്മുടെ അഡ്രസ് ബസ്സിൻ്റെ കേസ്. ദെൻ നമുക്കിവിടെ 8 ബിറ്റിൻ്റെ പോർട്ടുകളുണ്ട്. 8 ബിറ്റിൻ്റെ പോർട്ടുകൾ അവൈലബിൾ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ 8 ബിറ്റിൻ്റെതാണ് ഉള്ളത്. അങ്ങനത്തെ 4 എണ്ണം നമുക്ക് അവൈലബിൾ ആണ്. പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 അങ്ങനെ 4 പോർട്ടുകളാണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. ഓരോ പോർട്ടും 8 ബിറ്റ് മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. 8 ബിറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഓരോ പോർട്ടുകളുണ്ട്. അങ്ങനത്തെ 4 പോർട്ടുകളാണ് ഉള്ളത്. ദെൻ അടുത്ത് 32 ജനറൽ പർപ്പസ് രജിസ്റ്റർ ഈച്ച് ഓഫ് 8 ബിറ്റ്. നമുക്കിവിടെ 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ് 4 രജിസ്റ്റർ ബാങ്കുകളുണ്ട്. ഓരോ രജിസ്റ്റർ ബാങ്കിൻ്റെ ഉള്ളിലും 8 രജിസ്റ്റേഴ്സ് വീതമുണ്ട്. ഓരോ രജിസ്റ്റർ ബാങ്കിൻ്റെ ഉള്ളിലും 8 രജിസ്റ്റേഴ്സ് വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 × 8 32 രജിസ്റ്റേഴ്സാണ് ഉള്ളത് ടോട്ടൽ. ആ രജിസ്റ്റേഴ്സ്, ഓരോ രജിസ്റ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8 ബിറ്റ് മാത്രം പ്രോസസ്സ് ചെയ്യുന്നതാണ് ഓരോ രജിസ്റ്റേഴ്സും. ദെൻ നമുക്കിവിടെ ടൈമർ വെച്ചിട്ടുണ്ട്. ടൈമറിൻ്റെ 2 ടൈമറുണ്ട്. ടൈമർ 0യും ടൈമർ 1ഉം. ഓരോന്നും 16 ബിറ്റ് പ്രോസസ്സ് ചെയ്യാൻ കഴിവുള്ളതാണ് ഓരോ
ബിറ്റുകളും. ദെൻ സീരിയൽ പോർട്ടുകളുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ. അത് ഡ്യൂപ്ലക്സ് ആണ്, രണ്ട് ഡയറക്ഷനിലും കൊടുക്കുക, ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേ പിന്നിൽ തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സീരിയൽ പോർട്ടുകളുണ്ട്, അത് ഒരെണ്ണേ ഉള്ളൂ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. ദെൻ അതെന്താണ്, ഡ്യൂപ്ലക്സ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. MCA സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പോയിൻ്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. വളരെ വലിച്ചു വാരി എഴുതേണ്ട ഒരു കാര്യമില്ല. ആ പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ALU, 8 ബിറ്റ് ALU, ദെൻ 4 കിലോബൈറ്റിൻ്റെ റോം, അത് ഓൺ ചിപ്പായിരിക്കും. ദെൻ 128 ബൈറ്റിൻ്റെ റാം, അതും ഓൺ ചിപ്പായിരിക്കും. 4 രജിസ്റ്റർ ബാങ്കുകളുണ്ട്, 4 രജിസ്റ്റർ ബാങ്കുകളുണ്ട്. ഓരോ രജിസ്റ്റർ ബാങ്കിലും 8 വീതമുണ്ട്, 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത് 32 രജിസ്റ്റർ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഈച്ച് ഓഫ് 8 ബിറ്റ്, ഓരോന്നും 8 ബിറ്റ് പ്രോസസ്സ് ചെയ്യാൻ കഴിവുള്ളതാണ്. ദെൻ 8 ബിറ്റിൻ്റെ ബൈ ഡയറക്ഷണൽ ഡാറ്റ ബസ് ഉണ്ട്, 16 ബിറ്റിൻ്റെ യൂണി ഡയറക്ഷണൽ അഡ്രസ് ബസ് ഉണ്ട്. ദെൻ 8 ബിറ്റിൻ്റെ പോർട്ടുകളുണ്ട്. അങ്ങനത്തെ 4 പോർട്ടുകളാണ്, പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 എന്ന് പറഞ്ഞിട്ട്. ദെൻ 16 ബിറ്റിൻ്റെ ടൈമർ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ 2 ടൈമേഴ്സ് ഉണ്ട്, ടൈമർ 0യും ടൈമർ 1ഉം. ദെൻ സീരിയൽ പോർട്ടുകളുണ്ട്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ തന്നെയാണ് സീരിയൽ പോർട്ടുകളായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ ട്രാൻസ്മിഷനും ഡാറ്റ റിസീവിനും വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരെണ്ണം ഉണ്ട്, അതെന്താണ്, ഡ്യൂപ്ലക്സ് ആണ്. അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇത് എന്തായാലും നിങ്ങളുടെ എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അത് എത്ര മാർക്കിന് ചോദിക്കുന്നു എന്നുള്ളതാണ് പിന്നത്തെ ഒരു ഫാക്ടേഴ്സ്. മേ ബി അത് 7 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 2. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക്